എബി, ഇനി നമ്മൾ കാണില്ല. ഗുഡ് ബൈ. ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മറ്റാമ്പിള്ളേരെ പോലൊന്നല്ല, അവൻ ഒഴിവാക്കാൻ ഇത്തിരി പാടുപെടും. എന്ത് പാടുമോളെ, എല്ലാ ആൺപിള്ളേർ ഒരേ കണക്കാം. പിന്നെ ചിലർ ഒതുക്കുന്നതിലൊരു ലെവലൊക്കെ ഉണ്ട്. നാളെ രാവിലെ ഔട്ടും, പിന്നെ ക്ലൈമാക്സ്. സത്യം പറഞ്ഞാ ഞാൻ വിചാരിച്ചില്ല നീ ഇവനും തേക്കുന്നു. കാരണം നിങ്ങൾ ഫിസിക്കലൊക്കെ നീ സിൻസിയർ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചു. എന്ത് സിൻസിയർ? ജീവിക്കണമെങ്കിൽ പണം വേണം. അവന്റെ ഉണ്ടായതും ഇപ്പൊ ഇല്ലാത്തതും പണം. നോ മണി നോ ഹണി. സോ യെസ്. എന്നാലും പെട്ടിയൊക്കെ ആയിട്ട് ഒളിച്ചോടി പോവാണോ? അമ്മ അത് സ്വപ്നത്തിൽ പോലും കാണണ്ട. ഇപ്പൊ വരാൻറ്റി. ഹലോ എബി, നീ ഇത് എവിടെയാ? നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലുണ്ട്. നീ വേഗം വാ. മതി മതി നേരത്തെ തൊലിഞ്ഞ അഭിനയം, അവളൊക്കെ പോയി. എന്റെ പൊന്നളിയാ, ഇവളെയും കൂടെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയൊന്ന് പറഞ്ഞു. എന്താടാ ഇത്രയും പെട്ടെന്ന് ഇവിടെ തുടങ്ങി? പിന്നെ അല്ലാണ്ട് വേർപ്പിക്കലാടാ. ഒരു ടൈം അത് മേടിച്ചാ ഇത് മേടിച്ചാ, എനിക്ക് ഇതില്ല അതില്ല. ഇപ്പൊ ഞാനൊന്നും മേടിച്ചു കൊടുക്കാറില്ല. എന്തെങ്കിലും ചോദിച്ചോണ്ട് വന്നാൽ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കും. ശരിക്കും ഇവിടെ തുടങ്ങിയില്ലേ? ഞാൻ ഫോണെന്നിട്ട് എന്താന്ന് ചോദിച്ചു നോക്ക്. ഹലോ, എന്താ നീ എന്ത് പറ്റി? എന്തൊക്കെയായാലും നീ ആൾക്ക് വേണ്ടി കുറെ ചെലവാക്കിയിട്ടുള്ളതാണ്. ചെലവ് ഇതിപ്പോ കാശ് ചെലവല്ലടാ. ഇതിപ്പോ ഫ്രഷ് കിട്ടിയില്ലേ, നീ വാ.